കൗമാരക്കാർ ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും പെട്ടുപോകാതിരിക്കാൻ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇടുക്കി രൂപത കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചത് ഉചിതവും അഭിനന്ദനാർഹവുമാണെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് പി.ജി. ജയകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സിനിമ ഇറങ്ങുമ്പോഴും അതിനെയൊക്കെ മുസ്ലിം സമൂഹവുമായി കൂട്ടിക്കുഴയ്ക്കുന്ന ഇടത് വലത് മുന്നണികൾ കടുത്ത അനീതിയാണ് മുസ്ലിം സമൂഹത്തോട് കാണിക്കുന്നതെന്നും ജയകൃഷ്ണൻ പറഞ്ഞു. കൗമാരക്കാർ ലവ് ജിഹാദിലും നാർക്കോട്ടിക് ജിഹാദിലും പെട്ടുപോകാതിരിക്കാൻ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ഇടുക്കി രൂപത കേരള സ്റ്റോറി എന്ന സിനിമ പ്രദർശിപ്പിച്ചത് ഉചിതവും അഭിനന്ദനാർഹവുമാണെന്ന് ഹിന്ദു ഐക്യവേദി ജില്ലാ പ്രസിഡന്റ് പി.ജി. ജയകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മാർ മാത്യു ആനിക്കുഴിക്കാട്ടിൽ ഉൾപ്പെടെയുള്ള ആളുകൾ വർഷങ്ങൾക്ക് മുമ്പ് ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളതാണ്. സ്വന്തം മക്കളെ ലവ് ജിഹാദിന്റെ ഭാഗമായി കെണിയിൽപ്പെടുത്തിയതാണെന്ന് പല മാതാപിതാക്കളും വെളിപ്പെടുത്തിയിട്ടും ഇതേപ്പറ്റി അന്വേഷിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായില്ലെന്നും ഹിന്ദു ഐക്യവേദി ജില്ലാ നേതൃത്വം ആരോപിച്ചു. വലിയൊരു മാഫിയ ആഗോളതലത്തിൽ തന്നെ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതിന്റെ വ്യക്തമായ തെളിവാണ്. അതുകൊണ്ട് ഒരു സമൂഹത്തെ ബാധിക്കുന്ന തിന്മയായിട്ട് നമ്മൾ കാണണം. അതുകൊണ്ട് അതിനെതിരെ എല്ലാവരും ബോധവാന്മാരായി മാറേണ്ടതുണ്ട്. ആ ഒരു നല്ല കാര്യമാണ് കത്തോലിക്ക സഭ നടത്തിയത് എന്നുള്ളത് കൊണ്ടാണ് അതിനെ അംഗീകരിക്കുവാൻ വേണ്ടിയിട്ട് അഭിനന്ദിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മുന്നോട്ട് വന്നത്. അതാണ് ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. സിനിമ ഇറങ്ങുമ്പോഴും അതിനെയൊക്കെ മുസ്ലിം സമൂഹവുമായി കൂട്ടിക്കുഴയ്ക്കുന്ന ഇടത് വലത് മുന്നണികൾ കടുത്ത അനീതിയാണ് മുസ്ലിം സമൂഹത്തോട് കാണിക്കുന്നത്. കേരളത്തിലെ ചില മത തീവ്രവാദ സംഘടനകൾ ആസൂത്രിതമായി ഇതര മതസ്ഥരായ കുട്ടികളെ വഴിതെറ്റിക്കുന്നത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഭരണ സംവിധാനമെന്നും ഹിന്ദു ഐക്യവേദി ആരോപിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ടി.കെ. രാജു, ജനറൽ സെക്രട്ടറി പി.കെ. സോമൻ, ട്രഷറർ എം.കെ. നാരായണ മേനോൻ, ജില്ലാ സെക്രട്ടറി കെ.എസ്. സലീലൻ, ജില്ലാ സംഘടനാ സെക്രട്ടറി പി.ആർ. കണ്ണൻ, എ.കെ. കണ്ണൻ, പി.ജി. റജിമോൻ, കെ.ആർ. സതീഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ.